ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. Good വാം morning, വെൽക്കം ma'am. ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്. ഓക്കെ, മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരണേ. വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവർ മാക്സിമം വീഡിയോ മോഡിൽ വരാം. നിങ്ങൾ ഈ 1 അവർ നിങ്ങൾക്ക് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലേ, ആദ്യത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞു. ദെൻ നിങ്ങൾ വിസ്ഡം അല്ലേ, ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വരുത്താനായിട്ട്, എൻ്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എനിക്ക് എന്ത് ലഭിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു മോർണിംഗ് സെഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ നോട്ട് പാഡ് പേന കയ്യിൽ വേണം. അതുപോലെ വീഡിയോ മോഡിൽ വരാം. ഓക്കെ, നിങ്ങൾ വീഡിയോ മോഡിൽ വരുമ്പോഴാണ് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ കൂടുതൽ എനർജി ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വരാൻ പറ്റുന്നവരെല്ലാം, എല്ലാവരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം മോർണിംഗ് ടൈമാണ്, കിച്ചണിലൊക്കെ ബിസി ആയിട്ടുള്ളവരുണ്ടാവാം. അല്ലാത്തവർ മാക്സിമം വീഡിയോ മോഡിൽ വരാം. ഓക്കെ, വീഡിയോ മോഡിൽ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതും വീഡിയോ ഓഫ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുന്നതും രണ്ട് രണ്ട് രീതിയിലാണ് നമുക്ക് അല്ലേ ഉപകാരപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ഓവർകമ്മിങ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളെല്ലാവരും സക്സസ്സിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. നമ്മുടെ എല്ലാവരുടെ മനസ്സിലൊരു ഡ്രീം ലൈഫ് ഉണ്ടാവും. ഇങ്ങനെ ആവണം, എനിക്ക് ഈ ലൈഫ് വേണം അല്ലേ, കരിയറിൽ ഈ രീതിയിലേക്ക് എത്തണം, ഫിനാൻഷ്യലി ഇത്രത്തോളം ഞാൻ മുന്നേറണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പല സമയത്തും അതിലേക്കൊന്നും എത്തിപ്പെടാൻ നമുക്ക് സാധിക്കാറില്ല, പല കാരണങ്ങൾ കൊണ്ട് അല്ലേ. അപ്പോൾ അതിലൊരു കാരണമാണ് നമ്മുടെ സക്സസ്സിലേക്ക് എത്താൻ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന, നമ്മൾ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ, ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന, വളരെ നമ്മളെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു റീസൺ അല്ലെങ്കിൽ ഒരു ആ, കാര്യമാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്നുള്ളത്. നമ്മൾ അല്ലേ, നമ്മൾ എന്താണ് നെഗറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? നമ്മൾ ഒരു ദിവസം ആയിരക്കണക്കിന് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവാറുണ്ട് അല്ലേ. ഒരു മോർണിംഗ് ടു നൈറ്റ്, നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുന്നത് മുതൽ ബെഡിലേക്ക് പോകുന്നത് വരെ, അന്ന് രാത്രി ബെഡിലേക്ക് പോകുന്നത് വരെ എന്തായിരിക്കും, നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോവാറുണ്ട്, ആയിരക്കണക്കിന്. പഠനങ്ങൾ പറയുന്നത് 36,000 മുതൽ 60,000 അല്ലെങ്കിൽ 70,000 ചിന്തകൾ ഒരു ദിവസം നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ്. അതിൽ വലിയൊരു പങ്ക് നമ്മൾ നമ്മളോട് പറയുന്ന വാക്കുകൾ തന്നെയാണ്. ഓക്കെ, മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരും കേട്ടോ. വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ഇതൊരു റിക്വസ്റ്റ് ആണ്, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഇന്നത്തെ സെഷൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ വരുത്താനുള്ള ഒരു മാറ്റമാണ്. നമ്മൾ ഏറ്റവും ബ്ലോക്ക് ചെയ്യുന്ന വലിയൊരു ചാലഞ്ചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, റെഡിയാണോ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നമുക്ക് എനർജി തരുന്നത്. നിങ്ങളുടെ റിപ്ലൈ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു തെറ്റ് സംഭവിക്കുമ്പോൾ, ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ, അതിൽ നിങ്ങൾക്കൊരു തെറ്റ് സംഭവിക്കുമ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങളോട് പറയാറുള്ളത്? നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാം എഴുതി അതിൽ ഫെയിലായെന്ന് വിചാരിക്കുക. എന്ത് ചിന്തയാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വരാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളോട് പറയാറുള്ളത്? എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ടാണോ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക, അതോ നെഗറ്റീവ് ആയിട്ടാണോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ? യെസ്, നെഗറ്റീവ് ആയിട്ടാണ് സംസാരിക്കാറുള്ളത് അല്ലേ. എന്താ നമ്മൾ പറയാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ ഫെയിൽ ആവുന്നു അല്ലേ, ഈ ഒരു എക്സാമിന് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ? ഈ രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ നെഗറ്റീവായിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്, ബിസിനസ് റൺ ചെയ്യുന്ന ആൾ എന്തെങ്കിലും തരത്തിൽ പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ആ
എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, ഈ രീതിയിൽ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളോട് തന്നെ സംസാരിക്കും. എനിക്ക് കഴിവില്ല, എനിക്ക് ഓക്കെ, ഇക്ബാൽ സർ പറയുന്നു പോസിറ്റീവായിട്ട്, യെസ്, വെരി ഗുഡ്. പക്ഷെ മെജോറിറ്റി നമ്മൾ ഇപ്പം സാറ് ഡെയിലി സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, അങ്ങനെ മാറ്റം വന്നിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും അല്ലേ? അപ്പോൾ അധികം എന്താണ്, മെജോറിറ്റി ആളുകളും നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതേ തെറ്റ് നിങ്ങളുടെ അടുത്ത സുഹൃത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് എങ്ങനെയാ സംസാരിക്കുക? നിങ്ങളുടെ ഫ്രണ്ടിന് അവരൊരു എക്സാം എഴുതി, ആ എക്സാമിൽ ആൾ ഫെയിലായി. ഈ സമയത്ത് നിങ്ങൾ ഏത് രീതിയിലാണ് അവരോട് സംസാരിക്കുക? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒരു ഗുഡ് ഫ്രണ്ടാണ്, ഒരു പോസിറ്റീവ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ സംസാരിക്കുക? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? പോസിറ്റീവായിട്ട് സംസാരിക്കും അല്ലേ? പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് ഓക്കെ, സാരില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്താൽ മതി, ഇത് കിട്ടും അല്ലേ? ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ആളെ മോട്ടിവേറ്റ് ചെയ്യും അല്ലെ? ആളെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്താനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഉം? ഒരു തവണയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ ആശ്വസിപ്പിച്ച് അവരെ ആ ഒരു ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ പൊക്കിക്കൊണ്ടുവരും. അതാണ് നമ്മൾ ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ പോലും നമ്മളോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അതല്ലേ റിയാലിറ്റി. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദിവസവും എന്താണ് നമ്മൾ സംസാരിക്കുന്ന വ്യക്തി, കൂടുതൽ സംസാരിക്കുന്ന വ്യക്തി ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മളോട് തന്നെയാണ് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ വലിയൊരു റിയാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ നമ്മളോട് സംസാരിക്കുന്നത് അതാണ് നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നത്. നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന കാര്യം എന്താണോ, നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ഞാൻ മോശമാണ്, അല്ലെങ്കിൽ ഞാൻ പരാജിതനാണ്, ഇതെന്റെ വിധിയാണ്, നമ്മൾ ചാലഞ്ചസിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അല്ലെ? ലൈഫിൽ പല പല ഏരിയാസിലൂടെയും പല ഏരിയാസിലും പല ചലഞ്ചസിലൂടെയും കടന്നു പോകേണ്ടി വരാറുണ്ട് അല്ലെ? ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പ്രശ്നങ്ങളൊക്കെ വരുന്ന അത് ലൈഫിന്റെ ഒരു രീതിയാണ്. അപ്പോൾ എല്ലാ സമയത്തും സ്മൂത്ത് ആയിട്ട് ആ ഒരു അപ്പായിട്ട് പോവുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഈ ചാലഞ്ചസിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് പരാജയങ്ങൾ വരുമ്പോൾ, നമ്മൾ എന്താണോ, ഏത് രീതിയിലാണോ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നമ്മൾ നമ്മളോട് നമ്മൾ സംസാരിക്കുന്നത്, അത് നമ്മുടെ റിയാലിറ്റിയിൽ സംഭവിക്കും. അപ്പൊ നമുക്ക് ആ, നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്നൊക്കെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ചിന്ത എന്താണ്, നമ്മളോട് എപ്പോഴും എന്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. നമ്മുടെ മനസ്സും നമ്മുടെ ലൈഫുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ആണുള്ളത്. നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്കുകൾ, നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ചിന്തകൾ, ഇതെല്ലാം ആണ് റിയാലിറ്റിയിൽ പിന്നീട് വരുന്നത്. ഓക്കെ, നമുക്ക് സ്ലൈഡ്സ് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, Yes. ഓക്കെ, ഓക്കെ, താങ്ക് യു. വാട്ട് ഈസ് നെഗറ്റീവ് സെൽഫ് ടോക്ക്? നമ്മൾ കൂടുതൽ മനസ്സിലാക്കാം ഇന്നത്തെ സെഷനിൽ. നമുക്ക് എന്താണ് സെൽഫ് ടോക്ക്, അത് നമ്മളെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ അതെങ്ങനെ, ഈ ഒരു സെൽഫ് ടോക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു പാറ്റേൺ ആയിട്ട് മാറിയത്, അതിനുള്ള സൊല്യൂഷൻ, ഇതെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെഗറ്റീവ് സെൽഫ് ടോക്ക് ഈസ് ദ ഹാബിറ്റ് ഓഫ് ക്രിട്ടിസൈസിങ്, ഡൗട്ടിങ് ഓർ ജഡ്ജിങ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു? കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ സ്വന്തത്തെ സംശയിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുക. ഇതൊക്കെയാണ്, ഇങ്ങനെയൊരു ശീലമാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്? ഐ ആം നോട്ട് ഗുഡ് ഇനഫ് അല്ലേ? നമ്മളെ കുറിച്ച് തന്നെ നമുക്കൊരു തോട്ട് ഉണ്ടാവാറുണ്ട്.
I always feel nothing ever works for me. I can't do this. I'm not worthy of success or love. ഉം. ഇപ്പൊ നമ്മൾ നമ്മളെ തന്നെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും അതുപോലെ വില കുറച്ച് കാണുകയും ചെയ്യുന്ന ഒരു മാനസിക ശീലമാണ് എന്ത് പറയുന്നത്, നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും അല്ലേ ജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കില്ല. നമ്മൾ പല ഏരിയാസിലൂടെ കടന്നു പോയിട്ട് അല്ലെ പല ബുദ്ധിമുട്ടുകളും അതിജീവിച്ച് ഓവർകം ചെയ്താണ് സക്സസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് പല ഏരിയാസ് പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അല്ലെ. ലൈഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ആ ഒരു ലൈഫിന്റെ ലെസൺസ് പഠിക്കുന്നത്. ജീവിതാനുഭവങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് തെറ്റ് എന്ത് ശരി അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ എങ്ങനെയാവും എന്നുള്ളതൊക്കെ നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം ഈ ഒരു ജീവിത യാത്രയിൽ പല മിസ്റ്റേക്സ് നമുക്ക് സംഭവിക്കാം അല്ലെ, പല ചാലഞ്ചസിലൂടെയും കടന്നു പോകേണ്ടി വരാം. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നമ്മളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമുക്ക് പല ക്രൈസിസിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിംഗ്, ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു എക്സാമിന് ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് എന്ത് കിട്ടിയെന്ന് വരില്ല, അത് സക്സസ് ആയെന്ന് വരില്ല. അപ്പൊ എന്താണ്, അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഇപ്പം ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ചില ഫീലിങ്സ് വരാറുണ്ട്. ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ എന്തല്ല, ഞാൻ മതിയായ ആളല്ല, ഞാൻ ഒരു നല്ല വ്യക്തിയല്ല, ഐ ഓൾവേസ് ഫീൽ, ഞാൻ എപ്പോഴും ഫെയിലാണ്, അതുപോലെ നത്തിങ് എവർ വർക്ക്സ് ഫോർ മീ, എനിക്കൊന്നും പോവും, അതുപോലെ ഐ ക്യാൻ ഡു ദിസ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഐ എം നോട്ട് വർത്ത് ഇറ്റ് ഓഫ് സക്സസ് ഓർ ലവ്, ഞാൻ സ്നേഹത്തിനും സക്സസിനും അർഹയല്ല, അർഹനല്ല എന്ന് തുടങ്ങിയിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള സെൽഫ് ടോക്ക് നമ്മൾ നമ്മളോട് തന്നെ പറയാറുണ്ട് അല്ലെ. കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയും, നിന്നെ കൊണ്ട് നിന്നും കഴിയില്ല, നീ എന്തല്ല, നീ വിജയത്തിന് അർഹയല്ല, അർഹനല്ല, നിന്റെ ലൈഫ് ഇങ്ങനെ പോവും, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് എപ്പോഴും പരാജയമാണ്. ഈ രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? These thoughts often become automatic because they have been repeated many times. ഇത് നമ്മൾ കോൺഷ്യസ്ലി നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നതല്ല. എന്താണ്, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡിൽ വരും. കാരണം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് തവണ നമ്മൾ വന്നിട്ടുണ്ട് അല്ലെ. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ്, അതൊരു വിശ്വാസമായിട്ട് മാറും. ആദ്യത്തിൽ ഇതൊരു ചിന്ത മാത്രമായിരിക്കും, പക്ഷെ വീണ്ടും 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 അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അത് നമ്മുടെ ബിലീഫ്സ് ആയിട്ട് മാറുന്നു. നമ്മുടെ ബ്രെയിൻ പലതവണ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ് സത്യമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങും. പലതവണ നമ്മൾ കേൾക്കുകയാണ്, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ബ്രെയിനിന് എന്തില്ല, തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു അനലിറ്റിക്കൽ പവർ നമ്മുടെ ബ്രെയിനിനില്ല. ഓക്കെ, അപ്പൊ പലതവണ കേൾക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പം ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അത് ഫെയിലായി. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ എന്താണ്, അതൊരു റിയാലിറ്റി ആയിട്ട് നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കും. എനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് കേപ്പബിൾ, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാനൊരു കഴിവുള്ള വ്യക്തിയല്ല, ഒരു ബിസിനസ് റൺ ചെയ്യിപ്പിക്കാൻ മാത്രം എനിക്ക് കഴിവില്ല, ഓക്കെ, ഞാൻ പരാജിതനാണ്. ഇങ്ങനെയുള്ള നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസമായിട്ട് അത് മാറും. ഓക്കെ, അപ്പൊ ആവർത്തിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ എന്താവുന്നു, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പോ വേർ ഡസ് നെഗറ്റീവ് സെൽഫ് ടോക്ക് കം ഫ്രം? എവിടെ നിന്നാണ് ഈ സെൽഫ് ടോക്ക് വരുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഇത് ഫോം ചെയ്യപ്പെട്ടത്? അല്ലെ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടോ? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കുണ്ട്, ആ സമയത്തുണ്ടോ? കുട്ടികളാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടോ? എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് നടക്കാൻ കഴിയില്ല, ഞാൻ എങ്ങനെ നടക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് വേണ്ടത് എന്തും നേടിയെടുക്കാൻ ഒരു പ്രാപ്തി കുഞ്ഞുനാളിൽ നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച്, ഇപ്പോൾ ഒരു മിഠായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വാശി പിടിച്ച് അത് നേടിയെടുക്കും അല്ലെ. എന്തും അങ്ങനെയായിരുന്നില്ലേ കുഞ്ഞുനാളില്? ആ സമയത്ത് നമുക്ക് ഒരു ലിമിറ്റിംഗ് ബിലീഫ്സോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നമ്മൾ എല്ലാത്തിനും കേപ്പബിൾ ആയിരുന്നു, എപ്പോഴും ഹാപ്പി ആയിരുന്നു അല്ലെ, എനർജറ്റിക് ആയിരുന്നു.
വെറുതെ ഇരിക്കാനൊന്നും കഴിയാതെ എപ്പോഴും കളിച്ച് കുസൃതിയൊക്കെ കാണിച്ച് നടക്കുന്ന വളരെ എനർജിക് ആയിട്ടുള്ള ആളുകളായിരുന്നു നമ്മൾ കുട്ടിക്കാലത്ത്. പിന്നീട് എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള സെൽഫ് നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സ് അല്ലെങ്കിൽ സെൽഫ് ടോക്ക് നമുക്ക് സംഭവിച്ചത്? നമുക്ക് നോക്കാം എന്തിൽ നിന്നൊക്കെയാണെന്നുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ചൈൽഡ്ഹുഡ് ക്രിറ്റിസിസം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് നമ്മൾ പഠിച്ചെടുത്തത് നമ്മളുടെ എവിടെ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുകയാണ്, നിനക്ക് ബുദ്ധിയില്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ മറ്റുള്ളവരെ പോലെയല്ല, ഇങ്ങനെയുള്ള പല ഏരിയാസിൽ നിന്ന്, ഇപ്പം ടീച്ചേഴ്സിൽ നിന്നാവാം, ഫ്രണ്ട്സിൽ നിന്നാവാം, അല്ലെങ്കിൽ സിബ്ലിങ്സിൽ നിന്നാവാം, പാരൻസിൽ നിന്നാവാം, അല്ലെ? പല സമയത്തും നമുക്ക് നമ്മൾ കുട്ടികളാവുമ്പോൾ എന്താണ്, നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ അറിവില്ല, അല്ലെ? നമ്മൾ ചെയ്ത് ചെയ്ത് പഠിച്ചിട്ടാണ് ഏതൊരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മുടെ ശീലങ്ങളായിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി എഴുതുന്ന സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ പാരന്റ് അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവാം. പക്ഷെ വീണ്ടും ആ ഒരു മിസ്റ്റേക്ക് കുട്ടി ആവർത്തിക്കുമ്പോൾ എന്താണ് പറയുന്ന വാക്കുകൾ പലപ്പോഴും എന്തായിരിക്കും? നിന്നെക്കൊണ്ടിത് കഴിയില്ല, നീ എന്താണ് ശരിയായിട്ട് എഴുതാത്തത്, നിനക്ക് ബുദ്ധിയില്ലേ, അല്ലേ? നമ്മൾ ചോദിക്കാറില്ലേ, പൊട്ടനാണോ മണ്ടനാണോ എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യും? ക്രിട്ടിസൈസ് ചെയ്യും, കുറ്റപ്പെടുത്തും, അല്ലെ? അപ്പം ഈ പല ഏരിയാസിൽ ഇങ്ങനെ സംഭവിക്കാം. ഏതൊരു പുതിയ കാര്യം ചെയ്യുമ്പോഴും മിസ്റ്റേക്സ് സംഭവിക്കില്ലേ? കുട്ടികളാവുമ്പം നമ്മൾ എന്താണ്, അവരെ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ റിയാലിറ്റിയിൽ അധികവും എന്താ വരാറുള്ളത്? നമ്മുടെ ക്ഷമ നശിക്കും, നമ്മൾ കുട്ടികളെ വല്ലാണ്ട് കുറ്റപ്പെടുത്തും. അപ്പൊ ഈ കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാക്കും? പലതവണ ഇത്തരം വാക്കുകൾ കേൾക്കുമ്പം അത് സത്യമായിട്ട് ഈ കുട്ടി വിശ്വസിക്കും, അതൊരു ബിലീഫായിട്ട് വളരും. അപ്പോൾ ഇങ്ങനെ, നിനക്ക് ബുദ്ധിയില്ല, നീ പൊട്ടനാണോ, നീ എന്താ പഠിപ്പിച്ചിട്ട് നീ പഠിക്കാത്തത്, അല്ലെ? കുട്ടികളൊക്കെ എക്സാമിനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും വീട്ടിൽ വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പം ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് കുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയുന്ന വാക്കാണ് എന്ത്? നീ പൊട്ടനാണോ. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെ. അപ്പം അതിൽ നിന്നും ഈ കുട്ടി കൂടുതൽ കൂടുതൽ ഒരു റിപ്പീറ്റഡ്ലി ഇത് കേൾക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഒരു വിശ്വാസം വരും, എന്ത്? എനിക്ക് പഠിക്കാൻ കഴിയില്ല, ഞാനൊരു പൊട്ടനാണ്, എനിക്ക് കഴിവില്ല, ഞാൻ എന്താ, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് കേപ്പബിൾ എന്നുള്ള രീതിയിൽ എനിക്കൊന്നിനും കഴിവില്ല. ഈ കുട്ടി വളർന്നു വരുമ്പോൾ എന്താണ് ഈ ഒരു വിശ്വാസം? ഞാൻ മോശമാണ്, എനിക്കൊന്നിനും കഴിയില്ല, എനിക്ക് പഠിക്കാൻ കഴിയില്ല. ഈ രീതിയിൽ എന്തായി മാറും? ഒരു ഉള്ളിലൊരു വിശ്വാസം രൂപപ്പെടും. അത് പിന്നീട് സെൽഫ് ടോക്കായിട്ട് നമ്മൾ എന്തൊരു പ്രശ്നം വരുമ്പോഴും എന്താണ്, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല, അത് ബ്ലോക്കായിട്ട് അവിടെ കിടക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരായിട്ട് നിരന്തരം താരതമ്യം ചെയ്യുക നമ്മളെ തന്നെ. അവൾ എന്നേക്കാൾ നല്ലതാണ്, ഞാൻ ഒരിക്കലും അവളെ പോലെ ആവില്ല, അല്ലേ? ഇതുപോലെ സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ലൈഫിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ റിലേറ്റീവ്സായിട്ടോ സിബ്ലിങ്സായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കമ്പയർ ചെയ്യുക. നമ്മൾ ചിലപ്പോൾ ഒരു മോശം അവസ്ഥയിലായിരിക്കാം, കുറച്ച് മറ്റുള്ളവരെക്കാൾ ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കാം. അപ്പം ആ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ മുകളിലുള്ളവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ കമ്പയർ ചെയ്യുന്ന അവസ്ഥ. ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ പാരൻസ് കമ്പയർ ചെയ്യുന്നത്, അതുപോലെ ടീച്ചേഴ്സ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് വളരാൻ കാരണമാണ്. അപ്പോൾ നമ്മുടെ മക്കള് ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു, ആൻസർ ഷീറ്റുമായിട്ട് നമ്മുടെ അടുത്ത് വരികയാണ്, മാർക്സ് കുറച്ച് കുറവാണ്. അപ്പം ആ സമയത്ത് ചില പാരൻസ് എന്താ ചെയ്യുക? ആദ്യം ചോദിക്കും, അവൾക്ക് എത്രയാണ്, ഫ്രണ്ടിന്റെ പേര് പറഞ്ഞിട്ട് അവൻ എത്രയാണ്, അവർക്ക് എത്രയാണ് മാർക്കുള്ളത്, ഈ രീതിയിൽ സംസാരിക്കും, അല്ലേ? അപ്പോൾ എന്താണ് അവിടെ ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്നത്? ആ കുട്ടിക്ക് സന്തോഷമാണോ സങ്കടമാണോ വരിക? ആ കുട്ടിക്ക് എന്ത് പറ്റും? സങ്കടം വരും, അല്ലേ? ആ കുട്ടി ഡൗൺ ആവും. അപ്പൊ ഞാൻ മോശമാണ്, ഞാൻ അവളേക്കാൾ മോശമാണ്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെക്കാൾ ഞാൻ മോശമാണ് എന്നുള്ള ആ ഒരു ബിലീഫ് അവിടെ വളരും. അത് പിന്നീട് ലൈഫിൽ അതൊരു ഞാൻ മോശമാണ് എന്നുള്ള ബിലീഫിൽ നിന്നും ലൈഫിന്റെ എല്ലാ ഭാഗത്തേക്കും അത് ബാധിക്കും. ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് എന്താണ്, എനിക്ക് കഴിവില്ലാത്ത ആളാണ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഞാൻ പരാജയപ്പെടും എന്നുള്ളൊരു ഭയം ഉണ്ടാവും. അതുപോലെ നെക്സ്റ്റ് എന്തിൽ നിന്നാ വരുന്നത്?
ഫിയർ ഓഫ് ഫെയിലിയർ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പരാജയപ്പെടുമോ എന്നുള്ള പേടി. നമ്മൾ ഒരിക്കൽ പരാജയപ്പെട്ടാൽ ഇനി ഞാൻ ശ്രമിക്കണ്ട എന്ന് മനസ്സ് തീരുമാനിക്കും, അത് പരാജയപ്പെടും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വൺസ് നമ്മൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് നമ്മെ കുറിച്ച് തന്നെ വരികയാണ് ഒരു നെഗറ്റീവ് ബിലീഫ്. അപ്പോൾ അത് പിന്നീട് പരാജയങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ അത് തടയും. അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഇന്റൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ആവർത്തിച്ച് നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ബിലീഫ് നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യപ്പെടും. അതാണ് പിന്നീട് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. എനിക്ക് കഴിയില്ല എന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് പിന്നീട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും അത് എന്നെ ബ്ലോക്ക് ചെയ്യും. അത് കഴിയില്ല, അത് മിസ്റ്റേക്ക് വരുമോ, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പരാജയപ്പെടുമോ, ഈ ഒരു ഭയം എപ്പോഴും എന്താണ്, നമ്മളെ താഴ്ത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വൺസ് നമ്മൾ പരാജയപ്പെടുമ്പോൾ പിന്നീട് നമുക്ക് അതൊരു ബിലീഫായിട്ട് എനിക്ക് കഴിയില്ല, ഞാൻ ചെയ്താൽ അത് പരാജയപ്പെടും എന്നുള്ള രീതിയിലൊരു ലിമിറ്റിംഗ് ബിലീഫായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പാസ്റ്റ് മിസ്റ്റേക്സ്. പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്സിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് ബിലീഫ്സ് വരാറുണ്ട് അല്ലേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാം ഫെയിലായി, ഒരു മിസ്റ്റേക്കാണ്, അല്ലെ നമ്മൾ പഠിച്ചില്ല. ഇങ്ങനെ നമുക്ക് പാസ്റ്റിൽ വരുന്ന മിസ്റ്റേക്സും എന്താണ്, നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ബിലീഫ്സ് ഫോം ചെയ്യപ്പെടാൻ കാരണമാണ്. അതുപോലെ ഡിസപ്പോയിൻമെന്റ്സ് എന്താണ്, പാസ്റ്റ് മിസ്റ്റേക്സ് ഓർ ഡിസപ്പോയിൻമെന്റ്സ്. നമ്മളിപ്പോൾ ഒരു എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്യും എന്ന് നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള സമയത്തും എന്താണ്, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു തോട്ടിലേക്ക് വരും. അതുപോലെ ബുള്ളിങ് ഓർ റിജക്ഷൻ. ഇപ്പം സ്കൂളിലൊക്കെ ഇപ്പോൾ ഒരു കുട്ടി ആൻസർ ചെയ്തില്ല എന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ആൻസർ ചെയ്തില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചു ആൻസർ ചെയ്യാത്ത സമയത്ത് ടീച്ചർ വല്ലാതെ കുട്ടി മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് തന്നെ വല്ലാതെ മോശം അപമാനിക്കുകയാണ്. നീ എന്തിനാ സ്കൂളിൽ വരുന്നത്, നീ എന്തിനാണ് പഠിക്കാൻ വരുന്നത്, നിനക്ക് വീട്ടിലിരുന്നുകൂടെ എന്നൊക്കെ ചോദിച്ച് ചില ടീച്ചേഴ്സിലെ, ഇപ്പോൾ വളരെ കുറവാണ് എങ്കിലും പല ടീച്ചേഴ്സും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ബിലീഫ് ഫോം ചെയ്യും. അതുപോലെ പെർഫെക്ഷനിസം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യൂ എന്നുള്ള ഒരു എന്താണ്, പൂർണ്ണമായിട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ മൈൻഡിൽ വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കുറവുകൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ സ്ട്രെസ്ഡ് ആയി പോവും അല്ലേ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഒരു എക്സാമിൽ എത്ര മാർക്ക് വാങ്ങണം, അത് മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ മോശമാണ്. ഇങ്ങനെ പെർഫെക്ഷനിസം എന്താണ്, നമ്മളെ ഈ നെഗറ്റീവ് സെൽഫ് ടോക്കിലേക്ക് എത്തിക്കാറുണ്ട്. അതുപോലെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഒരു കോടീശ്വരനാവണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതൊക്കെ പോസിബിൾ ആണോ? അതുപോലെ ഞാൻ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആദ്യത്തെ ശ്രമത്തിൽ തന്നെ എനിക്കത് വിജയിക്കണം അല്ലെങ്കിൽ അത് നേടണം. ഇതൊന്നും എന്തല്ല, റിയലിസ്റ്റിക് അല്ല, അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആണ്. നമുക്ക് അത് ചിലപ്പോൾ എന്താണ്, അത് നടന്നു എന്ന് വരില്ല. ഇപ്പം ഒരു മാസം കൊണ്ട് കോടീശ്വരനാവണമെന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല, അതിനെന്ത് വേണം, ടൈം വേണം, കൃത്യമായിട്ടുള്ള പ്ലാന് വേണം. അപ്പം ഇങ്ങനെയുള്ള അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് സംഭവിക്കാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ട് നമ്മളോട് തന്നെ നമ്മൾ മോശമാണ്, നമ്മൾ അർഹയല്ല അല്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഒരു ബിലീഫ്സ് വരും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുന്നത്, ചിന്തകൾ വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് സെൽഫ് ടോക്ക് ഈസ് ലേൺഡ്, സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി അൺലേൺഡ്. ഇത് നമ്മൾ പല എക്സ്പീരിയൻസസിൽ നിന്നും നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെയുള്ള ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ ആം നോട്ട് കേപ്പബിൾ എന്നുള്ള
ഞാൻ മതിയായ ആളല്ല, ഞാൻ മോശമാണ് എന്നുള്ളതൊക്കെ നമ്മൾ പല എക്സ്പീരിയൻസസിൽ നിന്നും ഇപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസസിൽ നിന്നും പഠിച്ചതാണ്. ഇതെന്താണ് നമുക്ക് അൺലേൺ ചെയ്യാനും സാധിക്കും. നമ്മുടെ മൈൻഡിൽ നിന്നും ഇത് ക്ലിയർ ചെയ്ത് പുതിയ കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ ലേൺ ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ അത് ബാധിക്കുന്നത്? ഓക്കെ, ഹൗ നെഗറ്റീവ് സെൽഫ് ടോക്ക് അഫക്ട്സ് യുവർ ലൈഫ്. എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് ബാധിക്കുന്നുള്ളത് നോക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫ് അല്ലേ, ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞ പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ലൈഫ് എന്താവണം, നമുക്ക് സക്സസ്സിലേക്ക് എത്തണം അല്ലേ. നമ്മൾ ഒരു ഡ്രീം ലൈഫ് എല്ലാവരും കാണുന്നുണ്ട്. അപ്പം അതിന് നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ഏരിയയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സെൽഫ് ടോക്ക് നമ്മുടെ ലൈഫിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും? അത് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് വെറും ഒരു ചിന്തയല്ല, അത് ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നുണ്ട്. അത് വെറും ഒരു ചിന്തയായിട്ട് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒന്നല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ക്രിട്ടിസൈസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു ദിവസം തന്നെ നമ്മുടെ മൈൻഡിൽ എന്താണ്, പല തവണകളായിട്ട് ഈ ചിന്തകൾ കടന്നു പോകും. ഞാൻ ഇവിടെ എത്തിയില്ലല്ലോ, ഞാൻ പരാജിതനാണല്ലോ, എനിക്കൊന്നിനും കഴിവില്ലല്ലോ. ഈ രീതിയിൽ നമുക്ക് ലൈഫിൽ സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളേറെ ഇൻറ്റൻസീവായിട്ടും അതിനേക്കാളേറെ തവണയും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് നമ്മുടെ ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും? ലോവർ സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് എന്താണ്, കോൺഫിഡൻസ് കുറയും, സെൽഫ് കോൺഫിഡൻസ് കുറയും. നമുക്ക് എന്ത് വേണം, നമ്മൾ ലൈഫ് സക്സസ്സിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കോൺഫിഡൻസ് വേണം അല്ലേ, നമ്മൾ കോൺഫിഡൻ്റ് ആവണം. അപ്പം ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സ്, നമ്മളെക്കുറിച്ച് തന്നെ ഈ ഒരു ബിലീഫ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല, സ്വന്തം കഴിവിൽ വിശ്വാസം നഷ്ടമാവും. നമുക്ക് ഏതൊരു കാര്യം ചെയ്യാനും ഒരുപാട് പ്ലാനുകൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കാം, പക്ഷെ എന്താണ്, നമുക്കത് ചെയ്യാനുള്ള, ആക്ഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിളൂടെ പറയുകയാണെങ്കിൽ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നമുക്ക് അതിനുള്ള കാർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കത് കിട്ടുമോ, എനിക്ക് അവിടെ പോയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുമോ, ഈ ഒരു എന്തില്ല, കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ, അതിനെ എനിക്ക് പറ്റില്ല, വേണ്ട, പോവണ്ട എന്നുള്ള രീതിയിൽ നമ്മളതിനെ മാറ്റിവെക്കും. അതുപോലെ ഇൻക്രീസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, ഓരോ കാര്യത്തിനും ആങ്സൈറ്റിയാണ്, ഭയമാണ്. എന്ത് കാര്യം വരുമ്പോഴും ഞാൻ അതെങ്ങനെ മാനേജ് ചെയ്യും, ഞാൻ അതെങ്ങനെ പ്രോസസ്സ് ചെയ്യും എന്നുള്ള രീതിയിൽ എപ്പോഴും നമുക്ക് ആങ്സൈറ്റി ആയിരിക്കും. ഇപ്പം ലൈഫിൽ നമ്മൾ ഏതൊരു സമയത്തും പല കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടവരാണ് അല്ലേ. പല കാര്യങ്ങൾ നമ്മുടെ മുന്നിലൂടെ വരും നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം ഈ സമയത്തൊക്കെ നമ്മൾ എന്തായിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും. എനിക്ക് കഴിയില്ല, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും. അപ്പം ഈ രീതിയിൽ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പം നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാം അല്ലേ. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, സ്ട്രെസ്ഡ് ആണ്. നമുക്ക് ലൈഫിൽ മണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പണം വേണം അല്ലെ. നമുക്ക് ഡ്രസ്സ്, നമ്മുടെ ബേസിക് നീഡ്സിനൊക്കെ എന്ത് വേണം, നമുക്ക് പണം ആവശ്യമാണ്. അപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് എല്ലാ ഏരിയാസിനെയും ബാധിക്കും. നമ്മളൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് നമ്മളുടെ ഹോൾ ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യത്തിലും എന്തായിരിക്കും, ആങ്സൈറ്റി ആയിരിക്കും, സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ക്രിയേറ്റ് ഫിയർ ഓഫ് ടേക്കിംഗ് ആക്ഷൻ. എന്താണ്, നമുക്ക് ആക്ഷൻ എടുക്കാൻ പേടിയായിരിക്കും. പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് ഒന്നും തുടങ്ങാതിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ്, ബിസിനസ് ചെയ്താൽ അത് ലോസ് ആവുമോ, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് എംപ്ലോയീസിനെ ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, ഈ രീതിയിലുള്ള പേടി. ഓക്കെ, അതുപോലെ എന്നിട്ട് ആക്ഷൻ എടുക്കാതെ, പരാജയപ്പെടുമെന്ന് പേടിച്ച് ആക്ഷൻ എടുക്കാതെ മുന്നോട്ട് പോകും, ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകും. അതുപോലെ എന്താണ്, ഡാമേജ് റിലേഷൻഷിപ്പ്. നമ്മൾ
നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും നമുക്ക് കഴിയില്ല. അല്ലേ? നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള തോട്ടാണ് നമ്മളെക്കുറിച്ച്. നമ്മൾ സെൽഫ് ടോക്ക് വരുന്നത് നെഗറ്റീവാണ്. ഞാൻ മോശമാണ്, ഞാൻ പോരാ. അപ്പം ആ ഒരു തോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയോ? നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളോട് വെറുപ്പായിരിക്കും. നീ പരാജിതനാണ്, നീ ഓക്കെ അല്ല, നിന്നെ കൊണ്ട് നിനക്ക് കഴിയില്ല. കാരണം നമ്മുടെ ലൈഫ് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് എന്താണ്, നമ്മളോട് ഒരു പ്രൗഡ് ഫീലിങ്ങിന് പകരം നമുക്ക് വെറുപ്പായിരിക്കും. ഈ വെറുപ്പ് തന്നെയായിരിക്കും എന്താണ് മറ്റുള്ളവരോട് നമുക്ക് ഉണ്ടാവുക. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്, നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതെന്തായിരിക്കും, നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കും. അതുപോലെ മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് കിട്ടില്ല. നമ്മുടെ ഉള്ളിൽ എന്ത് എനർജിയാണോ ഉള്ളത് അതാണ് നമ്മളിലേക്കും അട്രാക്ട് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള എനർജി, നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സ്, നമ്മുടെ ഉള്ളിലുള്ള ബിലീഫ്സ്, ഇതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഇന്നർ വേൾഡിൽ എന്താണോ ഉള്ളത് അതാണ് ഔട്ടർ വേൾഡ് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്നേഹിക്കാതിരിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ വെറുപ്പ് തോന്നുമ്പോൾ, നമുക്ക് ചുറ്റിലും നിന്നുള്ള ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നത് ഈ രീതിയിൽ തന്നെയായിരിക്കും. മീൻസ് നമുക്ക് സ്നേഹം കിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നതും റിലേഷൻഷിപ്പ് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നതും. പിന്നീട് എന്താണ്, റെഡ്യൂസ് മോട്ടിവേഷൻ. നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള മോട്ടിവേഷൻ കുറയും. ശ്രമിക്കാനുള്ള താല്പര്യമില്ലാതെയാവും. ഞാൻ മോശമാണ്, ഞാൻ ഓക്കെ അല്ല, എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ, അതാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു മോട്ടിവേഷൻ ഉണ്ട് അല്ലേ? നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും, ഇത്തരത്തിലുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മളൊന്നും ചെയ്യാതെ ശ്രമിക്കാനുള്ള താല്പര്യം തന്നെ ഇല്ലാതെയാവും. അതുപോലെ കീപ് യു സ്റ്റക്ക് ഇൻ ലിമിറ്റിംഗ് ബിലീഫ്സ്. ലിമിറ്റിംഗ് ബിലീഫ്സ് ശക്തമാവും. ഓക്കെ, ഓരോ പരാജയം എന്താണ് നമ്മൾ ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകും തോറും നെഗറ്റീവ് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താണ്, കൂടുതൽ ശക്തമാവും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫ് ഇങ്ങനെ പോവൂ, ഇതെന്റെ വിധിയാണ്, എനിക്ക് കഴിയില്ല, വീണ്ടും വീണ്ടും ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്താണ് സക്സസിനും സ്നേഹത്തിനും ഒന്നും അർഹനല്ല. ഇങ്ങനെയുള്ള നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് കൂടുതൽ ഇന്റൻസീവ് ആവും. ഓക്കെ, ഇവിടെ സൈക്കിൾ വരുന്നത് നോക്കി, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ആക്ഷൻസ്, നെഗറ്റീവ് റിസൾട്ട്സ്, സ്ട്രോങ്ങർ നെഗറ്റീവ് ബിലീഫ്സ്. നെഗറ്റീവ് തോട്ട്സ്, നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ എന്തിലേക്ക് നയിക്കുന്നു, നെഗറ്റീവ് ഇമോഷൻസ് അല്ലേ? ഓരോ ചിന്തയ്ക്കും കണക്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. നെഗറ്റീവ് തോട്ട്സ് നമ്മളിൽ വരുമ്പോൾ ആ നെഗറ്റീവ് ഇമോഷൻസ് വരും അല്ലേ? ഞാൻ പോരാ, ഞാൻ പരാജിതനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും എന്തുണ്ട്, ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ്, സാഡ്നെസ് ആവാം, അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റ് ആവാം, നിരാശയാവാം, സങ്കടമാവാം അല്ലേ? അപ്പം ഇതെന്തായിരുന്നു, നെഗറ്റീവ് ആക്ഷൻസിലേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ മോശമാണെന്ന് പറയുമ്പം പിന്നെ നെഗറ്റീവ് ആക്ഷൻസ് എന്താണ്, ഇപ്പോൾ ഒരു ഓഫർ വരുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, പക്ഷെ ഞാൻ പോരാ, എനിക്കത് കഴിയോ എന്നുള്ള ഫിയറും ആങ്സൈറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻ സങ്കടമാവും, ഡിസപ്പോയിൻമെന്റ് ആവും, പേടി ഉണ്ടാവും. നെഗറ്റീവ് ആക്ഷൻ എന്താ വരിക, അതിലേക്ക് പോവില്ല. എനിക്ക് കഴിയില്ല എന്ന് ആ ഇന്റർവ്യൂ എന്ത് ചെയ്യും, ഒഴിവാക്കും. അപ്പം നെഗറ്റീവ് റിസൾട്ട് വരും. എന്താ നെഗറ്റീവ് റിസൾട്ട് വരാം, ജോലി കിട്ടില്ല, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സ്ട്രോങ് നെഗറ്റീവ് ബിലീഫ്സ്. അപ്പോൾ വീണ്ടും എന്താണ്, ആ ബിലീഫ്സ് അവിടെ സ്ട്രോങ് ആവുകയാണ്. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാനൊരു ഇരയാണ്, എൻ്റെ വിധിയാണ്, ഈ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകും. അപ്പം നമ്മുടെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മളുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് അല്ലേ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്തകൾക്ക് എനർജി പവർ ഉണ്ട്, നമ്മുടെ ഇമോഷൻസിന് എനർജി പവർ ഉണ്ട്, വേർഡ്സിന്, അതുപോലെ നമ്മളെക്കുറിച്ച് തന്നെ പറയുന്ന വാക്കുകൾക്കെല്ലാം എനർജി പവർ ഉണ്ട്. അത് നമ്മുടെ എനർജി ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എനർജി ലെവൽ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ എനർജി ലെവൽ നമ്മളെക്കുറിച്ച് തന്നെ മോശം ചിന്തകളും മോശമായിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ എനർജി ലെവൽ എന്തായിരിക്കും, ലോ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ലോ എനർജി ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ഒരിക്കലും
ഹൈ എനർജി ലെവലുള്ള കാര്യങ്ങൾ മീൻസ് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സക്സസ്, നമ്മൾ ആഗ്രഹിക്കുന്ന കൂടുതൽ പണം, ആരോഗ്യം, നല്ല റിലേഷൻഷിപ്സ്, അല്ലേ? അതുപോലെ ഡ്രീം ഡ്രീം കാറ്, അതുപോലെ നമ്മുടെ വീട്, അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ടാവും, ഏതൊരു മനുഷ്യനും ഉണ്ടാവും. ഈ സ്വപ്നങ്ങളൊന്നും എന്തായിരിക്കില്ല, അതൊന്നും യാഥാർത്ഥ്യത്തിൽ വരില്ല. അതിനൊക്കെ ഹൈ എനർജി ആണുള്ളത്. ഒരിക്കലും നമ്മുടെ എനർജിയും ആ ഒരു എനർജിയും തമ്മിൽ മാച്ച് ആവില്ല. എനർജി മാച്ച് ആവുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് അത് വരികയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ എനർജി ഹൈ ആക്കണം. ഈ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞു. പല സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഇറ്റ്സ് ഓക്കെ, നമുക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാം? അപ്പോൾ നോട്ടീസ് യുവർ തോട്ട്സ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മുടെ ചിന്തകൾ നമ്മൾ നോട്ടീസ് ചെയ്യാം. ബിക്കം അവെയർ ഓഫ് വാട്ട് യു ആർ സെയിങ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, എപ്പോഴും നിങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം? നോട്ടീസ് ചെയ്യാം. എൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ഞാൻ ചെയ്യാറുണ്ടോ? ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഞാൻ പരാജിതനാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ പോവൂ, ഞാൻ എനിക്ക് എന്തിനാ സക്സസ്സിനോ അല്ലെങ്കിൽ സ്നേഹത്തിനോ ഒന്നും അർഹതയില്ല. ഉം. അതുപോലെ എന്താണ്, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്സ് വരും, എനിക്ക് കഴിവില്ല, ഞാനൊരു കഴിവില്ലാത്ത വ്യക്തിയാണ്, എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങൾ ചെയ്യാറുണ്ടോ? അത് നോട്ടീസ് ചെയ്യാം. ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺഷ്യസ്ലി ഇരുന്നിട്ട് ഒന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്ത് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ കൂടുതലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് നിങ്ങൾ നോട്ടീസ് ചെയ്യാം. സ്റ്റെപ്പ് 2, ക്വസ്റ്റ്യൻ ദ തോട്ട്. ആസ്ക് യുവർ സെൽഫ്, ഈസ് ദിസ് തോട്ട് റിയലി ട്രൂ? വാട്ട് എവിഡൻസ് ഡു ഐ ഹാവ്? എന്താണ്? അപ്പോൾ തോട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് തോട്ട്, ഇത് സത്യമാണോ? ഇത് ആക്ച്വലി ഇത് റിയൽ ആണോ? എനിക്ക് കഴിവില്ലേ? എന്താണ്? വാട്ട് എവിഡൻസ് ഡു ഐ ഹാവ്? ഇത് സത്യമാണെന്നുള്ള തെളിവ് എന്താണ്? എനിക്ക് കഴിവില്ല എന്നുള്ളതിനുള്ള തെളിവ് എന്താണ്? ഈസ് ദർ അനദർ വേ ടു സീ ദിസ് സിറ്റുവേഷൻ? ഇതിന് മറ്റൊരു രീതിയിൽ എനിക്ക് കാണാൻ കഴിയോ എന്നുള്ളതൊക്കെ സ്വയം നമ്മൾ ചോദിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ആയിട്ട് നമ്മൾ തേർഡ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് റീപ്ലേസ് ഇറ്റ് വിത്ത് എ ബാലൻസ്ഡ് തോട്ട്. ഇത് എന്ത് ചെയ്യുക? ഈ തോട്ടിനെ റീപ്ലേസ് ചെയ്യുക. ഒരു ബാലൻസ്ഡ് തോട്ടായിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യുക. ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നാണെങ്കിൽ ഇപ്പം ഇൻസ്റ്റെഡ് ഓഫ് ഐ ഓൾവേസ് ഫെയിൽ, ഞാൻ എപ്പോഴും പരാജയപ്പെടുന്നു എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുക? ആ തോട്ടിനെ റീപ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഐ മേ നോട്ട് സക്സീഡ് എവറി ടൈം ബട്ട് ഐ ക്യാൻ ലേൺ ആൻഡ് ഇംപ്രൂവ്. ഞാൻ എപ്പോഴൊന്നും വിജയിക്കുന്നില്ല, എല്ലാ സമയത്തും ഞാൻ വിജയിക്കുന്നില്ല, പക്ഷേ എന്താണ്, എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, മനസ്സിലായോ? ഞാൻ പരാജിതനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിള്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. എക്സാം ഫെയിലായി. അപ്പോൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴും ഫെയിലായി. അപ്പോൾ നമ്മുടെ ചിന്തയിൽ മനസ്സിൽ വരുന്ന കാര്യമാണ് എന്ത്? ചിലപ്പോൾ അതിന് മുൻപും കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ ഫെയിലായിട്ടുണ്ടാവാം. അപ്പം ഉള്ളിലുള്ള ബിലീഫ് എന്താണ്? ഞാൻ എപ്പോഴും ഒരു പരാജിതനാണ്, അല്ലേ? അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് ലോസ് ആയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും എന്താണ്? ഞാനൊരു പരാജയപ്പെട്ട ആളാണ്, എനിക്കൊന്നിനും കഴിയില്ല. അപ്പം അതിന് പകരം, ആ ഒരു തോട്ടിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. ഐ മെ നോട്ട് സക്സീഡ് എവറി ടൈം ബട്ട് ഐ ക്യാൻ ലേൺ ആൻഡ് ഇംപ്രൂവ്. ഞാൻ എപ്പോഴും ഒന്നും വിജയിക്കുന്നില്ല, എങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പഠിക്കാനും, എന്താണ് എൻ്റെ മിസ്റ്റേക്സ്, എന്താണ് എനിക്ക് പ്രശ്നം വരുന്നത് എന്ന് പഠിച്ച് എനിക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിലേക്ക് ആ തോട്ടിനെ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. അതുപോലെ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളതിൽ അതിന് പകരം എന്ത് ചെയ്യുക? അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ അതിന് പകരം എന്ത് കൊടുക്കുക? ഐ എം ഗ്രോയിങ്, ലേണിംഗ് ആൻഡ് ബിക്കമിങ് ബെറ്റർ എവറി ഡേ. ഓരോ ദിവസവും ഞാൻ എന്താകുന്നു? ബെറ്റർ ആവുന്നു, പഠിക്കുന്നു, ഞാൻ വളരുന്നു. ഈ ഒരു രീതിയിൽ നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ പോസിറ്റീവിലേക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ, അത് ആവർത്തിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ബിലീഫായിട്ട് മാറും, അത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് വളരെ ഒരു ഡയറക്റ്റ് കണക്ഷൻ ആണുള്ളത്. സ്റ്റെപ്പ് 4 ആയിട്ട് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. സ്പീക്ക് ടു യുവർ സെൽഫ് വിത്ത് ദ സെയിം കൈൻഡ്നസ് യു വുഡ് ഷോ എ ലൗഡ് വൺ.
അല്ലേ? നമ്മൾ നമ്മളോട് തന്നെ എന്താവുക, കമ്പാഷനേറ്റ് ആവുക. മിസ്റ്റേക്സ് വരും. മിസ്റ്റേക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അവസാനമല്ല. അതിൽ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സ്പീരിയൻസസുമാണ് നമ്മുടെ, അതിൽ നിന്നെല്ലാം നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാമാണ് നമ്മൾ പഠിക്കുന്നത്. ആരെങ്കിലും ലൈഫിന്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ടോ? ലൈഫ് ഇങ്ങനെയാണ് പോവുക, ഈ കാര്യം വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഈ കാര്യം വരുമ്പോൾ ഈ രീതി ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പഠിച്ചിട്ടില്ല. അല്ലേ? അപ്പൊ നമ്മൾ ഈ ലൈഫിലെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മിസ്റ്റേക്സ് വരും, മിസ്റ്റേക്സ് സംഭവിക്കും. അപ്പൊ ആ സമയത്ത് എന്താ, നമ്മൾ ബ്ലെയിം ചെയ്യാതെ നമ്മൾ എന്താണോ മിസ്റ്റേക്ക് സംഭവിച്ചത് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നെക്സ്റ്റ് ടൈം അത് ആ ഒരു മിസ്റ്റേക്ക് വരാതെ അതിൽ നിന്നും എന്ത് സൊല്യൂഷനാണ് വേണ്ടതെന്നുള്ളത് കണ്ടെത്തി അത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഇതേ സാധിക്കുള്ളൂ എല്ലാവർക്കും. എല്ലാവർക്കും മിസ്റ്റേക്സ് സംഭവിക്കുന്നുണ്ട്. ആ മിസ്റ്റേക്സിൽ പെട്ടുപോയി ഞാൻ പോരാ, മോശമാണെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നവരാണ് ഫെയിൽ ആവുന്നത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകുന്നത് എന്താവും? സക്സസ് ആവും. സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അവർ ഒരുപാട് തവണ പരാജയപ്പെട്ട് അതിൽ നിന്നൊക്കെ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റവരാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മളോട് എന്ത് ചെയ്യാം? മിസ്റ്റേക്സ് സംഭവിക്കുമ്പോൾ എന്താണ്, ഇറ്റ്സ് ഓക്കെ, അത് ഈ ഒരു പ്രശ്നമാണ്, അത് നെക്സ്റ്റ് ടൈം ഞാൻ അത് ക്ലിയർ ചെയ്യും. ആ രീതിയിൽ മുന്നോട്ട് പോകും. ആരും പെർഫെക്റ്റ് അല്ല. ആരും ലൈഫ് പഠിച്ചുകൊണ്ടല്ല ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള എക്സ്പീരിയൻസസ് ആണ്, ലൈഫിലെ എക്സ്പീരിയൻസസ് ആണ് നമ്മളുടെ ലേണിങ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡെയിലി പ്രാക്ടീസസ് ടു ബിൽഡ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമുക്ക് സെൽഫ് ടോക്ക്, പോസിറ്റീവ് സെൽഫ് ടോക്ക് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡെയിലി ചെയ്യേണ്ട പ്രാക്ടീസസ്. ഓക്കെ, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് പോസിറ്റീവ് അഫർമേഷൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് അഫർമേഷൻസിലൂടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് സംഭവിക്കും. അത് നമ്മൾ എന്താണ്, തുടർച്ച ആവർത്തിച്ച് 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 നമ്മൾ കൊടുക്കുമ്പം നമ്മുടെ റിയാലിറ്റി ആയിട്ട് അത് മാറും. അതിൽ വിശ്വസിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് വളരെ പോസിറ്റീവ് ആയിരുന്നു, വളരെ എനർജറ്റിക് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന്, നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്ന്, നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്നൊക്കെ കിട്ടിയ കാര്യങ്ങളാണ് ഈ രീതിയിലേക്ക് നമ്മളെ എന്ത് ചെയ്തത്, ഫോം ചെയ്തെടുത്തത്. അല്ലെ? ഒരുപാട് ലിമിറ്റിംഗ് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള പാരന്റിങ് ഒക്കെ അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ അത് എങ്ങനെയാണ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറിയ ലിമിറ്റിംഗ് ബിലീഫ്സും കാര്യങ്ങളും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് അല്ലെങ്കിൽ ഇന്റൻസീവായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളിൽ നിന്നുള്ള ഡിസിഷൻസ് ആവാം, അല്ലെങ്കിൽ ബിലീഫ്സ് ആണ് ഇപ്പോഴുള്ള നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നെഗറ്റീവ് ബിലീഫ്സിനെ പോസിറ്റീവ് കൊടുത്ത് കൊടുത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും അതിനെ പുതിയതാക്കാൻ പറ്റും, അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് തുടങ്ങുക. അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, ഓൾറെഡി മെഡിറ്റേഷനിൽ പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നിങ്ങളെ ആ ഒരു നിങ്ങളുടെ പോസിറ്റീവ് സെൽഫ് ടോക്കിലേക്ക് എത്തിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ കീപ്പ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എനർജി ഹൈ ആക്കാനും നമുക്ക് ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം നമുക്ക് എന്താണ്, നമ്മൾ ബ്ലെസ്ഡ് ആണ്, നമ്മൾ എന്താണ്, നമ്മൾ ഓക്കെ ആണ്, ഞാൻ അബണ്ടൻ്റ് ആണ് എന്നൊരു ഫീൽ നമുക്ക് വരും. നമ്മൾ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പം നമ്മുടെ ബ്ലെസ്സിങ്സിനെയൊക്കെ നമ്മൾ കാണാതെ പോകും. നമുക്കൊന്നും ഇല്ല, ഞാൻ മോശമാണ്, ഞാൻ പെർഫെക്റ്റ്, ഞാൻ എന്തല്ല, ഞാൻ ഓക്കെ അല്ല എന്നുള്ള ഒരു തോട്ട് മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പം അതിന് പകരം എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും, വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ എന്താണ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. അപ്പം നമ്മുടെ ആ മൈൻഡ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും പോസിറ്റീവിലേക്ക്. ഇപ്പം നെഗറ്റീവിലേക്ക് മാത്രമായിരിക്കും, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രമായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ നിന്നും പോസിറ്റീവിലേക്ക്, നമുക്ക് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്, ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. അതുപോലെ സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. അല്ലെ? നമുക്ക് ചെറിയ ചെറിയ വിജയങ്ങൾ ഉണ്ടാവും. ആ വിജയങ്ങൾ എന്ത് ചെയ്യുക? സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ പല സമയത്ത് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നവരൊന്നും അല്ല. അപ്പം നമുക്ക് ഉണ്ടാവുന്ന വലിയ നേട്ടങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാതെ
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ആ ഒരു സെലിബ്രേറ്റ് ചെയ്യുമ്പം എന്താണ്, നമുക്ക് നമ്മോട് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് വരും. യെസ്, ഞാൻ വളരെ നല്ല ആളാണ് എന്നുള്ളൊരു ഇന്നർ ബിലീഫ് നമുക്ക് ഫോം ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ ചെറിയ വിൻസ് എന്ത് ചെയ്യുക, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ദെൻ സ്പീക്ക് കൈൻഡ്ലി ടു യുവർ സെൽഫ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളോട് വളരെ കൈൻഡ്നെസ്സോട് കൂടിയിട്ട്, വളരെ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കാം. തെറ്റുകൾ സംഭവിക്കും, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് മനുഷ്യ സഹജമാണ്. അത് ആവർത്തിക്കാതിരിക്കുക, നെക്സ്റ്റ് ടൈം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, ഇത്രയേ ഉള്ളൂ. അതുപോലെ നമ്മളോട് തന്നെ ഒരു കരുണയോടെ നമ്മൾ വർത്തിക്കുക, കുറ്റപ്പെടുത്താതെ നമ്മൾ കരുണയോടെ നമ്മളോട് സംസാരിക്കുക. അതുപോലെ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇടപെടുന്ന ആളുകൾ നെഗറ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും, നമ്മളും നെഗറ്റീവായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് പീപ്പിളുമായിട്ട് ഒരു കണക്ഷൻ, നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ എന്താണ്, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലാവാം, നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആളുകളായിട്ട് കൂടുതൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അവരുടെ ആ ഒരു പോസിറ്റിവിറ്റി നമ്മളെ പോസിറ്റീവിലേക്ക് എത്തിക്കും. അതുപോലെ റെഡ്യൂസ് കമ്പാരിസൺ വിത്ത് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യരുത്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളാണ്, സ്കിൽസാണ്, എല്ലാമാണുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകളിൽ നമുക്ക് വീക്ക്നെസ് ഉണ്ടാവും, അതുപോലെ നമുക്ക് സ്ട്രെങ്ത്സും ഉണ്ടാവും. അപ്പോൾ ഈ വീക്ക് നമുക്ക് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യാം. അത് വളർത്തി വളർത്തി കൊണ്ടുവരാം. നമ്മൾ മറ്റുള്ളവരായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, നമ്മുടെ എനർജി ഡൗൺ ആവും, നമുക്ക് നെഗറ്റീവ് സെൽഫ് ടോക്ക് വരും, നെഗറ്റീവ് ബിലീഫ്സ് നമ്മളെക്കുറിച്ച് വരും. അതല്ല, ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്, ഡിഫറെൻറ്റ് കഴിവാണ്, ഒക്കെയാണുള്ളത്. അപ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പം ഒരിക്കലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനോ മുന്നോട്ട് പോകാനോ നമുക്ക് കഴിയില്ല. നമ്മളെപ്പോഴും ഡൗൺ ആയിരിക്കും. നമുക്ക് എന്താണ് അപ്പോൾ വേണ്ടത്, നമ്മൾക്ക് എന്ത് ചെയ്യണം, മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ സക്സസിന് വേണ്ടി എന്ത് ചെയ്യണം എന്നതിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ എനർജി അതിലേക്ക് കൊടുക്കുക. അപ്പം അവിടെ ആ ഒരു ഔട്ട്കം നമ്മളിലേക്ക് വരും. ഓക്കെ. അതുപോലെ ഹീൽ പാസ്റ്റ് ഇമോഷണൽ വൂൺസ് ആൻഡ് ലിമിറ്റിംഗ് ബിലീഫ്സ് യൂസിങ് EFT. ഓക്കെ. അപ്പം നമ്മൾ പാസ്റ്റ് ഇമോഷണൽ വൂൺസിനെയും ലിമിറ്റിംഗ് ബിലീഫ്സിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് നമ്മളിലേക്ക് ഈ ലിമിറ്റിംഗ് ബിലീഫ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത്, അല്ലേ? അപ്പം നമുക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും അപമാനിക്കപ്പെടുന്ന സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ വൂൺസിനെയൊക്കെ എന്ത് ചെയ്യുക, ഹീൽ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഹീൽ ചെയ്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, നമ്മുടെ ഇത്തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടീച്ചർ, ഒരു കുട്ടി ആൻസർ തെറ്റിപ്പറഞ്ഞ സമയത്ത്, മീൻസ് ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ആൻസർ പറഞ്ഞ് തെറ്റിപ്പോയി. അപ്പോൾ ആ ടീച്ചർ ഈ രീതിയിൽ അപമാനിക്കുകയാണ് കുട്ടിയെ. നീ എന്താ വീട്ടിലിരുന്നൂടെ, നിനക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ സ്കൂളിലേക്ക് വരണ്ട, നീ എന്താ പൊട്ടനാണ്, ഈ രീതിയിൽ കുട്ടിയെ അപമാനിക്കുമ്പം ആ കുട്ടിക്ക് വരുന്ന ഒരു പെയിനുണ്ട്. ആ കുട്ടിക്ക് വരുന്ന അതും ഒരുപാട് കുട്ടികൾക്കിടയിൽ വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ അത് പല ഏരിയാസിലെ കുട്ടിയെ ഈ ഒരു ട്രോമ ബാധിക്കും. ഒന്ന്, കുട്ടിക്ക് ഒരു സെൽഫ് വർത്ത് ഫീൽ ഉണ്ടാവില്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഞാൻ മോശമാണ്, എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്ത വരും. അതേപോലെ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ വരും. കാരണം മറ്റുള്ളവരുടെ ഇടയിൽ അപമാനിക്കപ്പെടുന്ന സിറ്റുവേഷനിൽ എന്താണ്, പിന്നെ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ആ കുട്ടിക്ക് സംസാരിക്കാനോ ഇടപെടാനോ കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ എന്താണ് ഹെൽപ്ഫുള്ളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹീലിംഗ് എന്ന് പറയുന്നത്, ഇമോഷണൽ ഹീലിംഗ്. അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് EFT എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക്, നിങ്ങളുടെ സക്സസ്സിലേക്ക്, നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫിലേക്ക് നിങ്ങളെ തടയുന്ന ഇത്തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് സെൽഫ് ടോക്സ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് EFT എന്നുള്ളത്. നമ്മുടെ സ്കൈലർ ലേണിങ്സിൽ EFT കോഴ്സ് അവൈലബിൾ ആണ്. ഈ 24th ഫ്രൈഡേ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എന്താണ് ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സെൽഫ് ടോക്കും കാര്യങ്ങളും ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് സക്സസിലേക്ക് എത്താനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോഴ്സാണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൽ 1 month മെൻറ്ററിങ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു
തീരുമാനം നിങ്ങളുടെ ലൈഫിൽ എടുക്കുക. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ക്ലിയർ ചെയ്യണം. അപ്പോഴേ പെട്ടെന്നുള്ള ഒരു സക്സസ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പം ആക്ടിവിറ്റി ഇതിൽ റൈറ്റ് ഓൺ ചെയ്യുക. വൺ നെഗറ്റീവ് തോട്ട് യു ഓപ്പൺ ഹാവ്. നിങ്ങൾക്കുള്ള ഒരു നെഗറ്റീവ് തോട്ട് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യാം. എ ഹെൽത്തിയർ മോർ റിയലിസ്റ്റിക് റീപ്ലേസ്മെന്റ് തോട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ റീപ്ലേസ് ചെയ്യാനുള്ള തോട്ടും റൈറ്റ് ഡൗൺ ചെയ്യാം. വൺ ആക്ഷൻ യു വിൽ ടേക്ക് ടുഡേ ഡിസ്പൈറ്റ് ദാറ്റ് നെഗറ്റീവ് തോട്ട്. ആ ഒരു നെഗറ്റീവ് തോട്ടിനെ ഡിസ്പൈറ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ എടുക്കുക. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു വൺസ് ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് പ്രശ്നമായി, അത് ഫെയിലായെന്ന് വിചാരിച്ച്, അപ്പോൾ ആ ഒരു ഇതിൽ ഉള്ളിലുണ്ടാവുന്ന നെഗറ്റീവ് തോട്ട് എന്തായിരിക്കും, എനിക്ക് കഴിയില്ല, ഞാൻ പരാജയപ്പെടും എന്നുള്ള തോട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു തോട്ട് അവിടെ ആദ്യം എഴുതി വെക്കുക. ദെൻ അതിന് മറികടക്കാനായിട്ടുള്ള ഒരു പോസിറ്റീവ് തോട്ട് എന്താണ്, വൺസ് ഞാൻ പരാജയപ്പെട്ടു, ഇറ്റ്സ് ഓക്കെ, എനിക്ക് എന്താണ്, എനിക്ക് ലേൺ ചെയ്ത് എൻ്റെ മിസ്റ്റേക്സ് എന്താണെന്ന് ലേൺ ചെയ്ത് അതിന് ഇമ്പ്രൂവ് ചെയ്ത് എനിക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു തോട്ട് അവിടെ എഴുതാം. എന്നിട്ട് അതിന് വേണ്ട ഒരു ആക്ഷൻ എടുക്കുക. എന്താണ്, ഈ നെഗറ്റീവ് തോട്ടിനെ ഡിസ്പൈറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ എടുക്കുക. ഒരു എന്ത് ബിസിനസ്, അതിനൊരു പ്ലാൻ തയ്യാറാക്കുന്നു. എന്ത് ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ എന്ത് പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം, ഈ രീതിയിലുള്ളൊരു പ്ലാൻ തയ്യാറാക്കുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുക. ഡെയിലി അഫർമേഷൻസ് ആഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ, അഫർമേഷൻസിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി അഫർമേഷൻസ് ആയിട്ട് എന്ത് കൊടുക്കാം, ഐ ആം വർത്തി ജസ്റ്റ് ആസ് ഐ ആം. ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണുള്ളത് ആ രീതിയിൽ ഞാൻ അർഹനാണ്. ഐ ചൂസ് കൈൻഡ് ആൻഡ് സപ്പോർട്ടീവ് തോട്ട്സ് അബൌട്ട് മൈസെൽഫ്. ഞാൻ എന്താണ്, എനിക്ക് എന്നോട് തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള ഇതിൽ ഞാൻ എന്നെ ചൂസ് ചെയ്യുന്നു, ചിന്തകളെ ഞാൻ ചൂസ് ചെയ്യുന്നു. ഐ ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ് ആൻഡ് കീപ് മൂവിങ് ഫോർവേഡ്. എൻ്റെ മിസ്റ്റേക്സിൽ നിന്ന് ഞാൻ ലേൺ ചെയ്ത് എന്താണ്, ഞാൻ മുന്നോട്ട് പോകുന്നു. എവറി ഡേ ഐ ബിക്കം സ്ട്രോങ്ങർ ആൻഡ് മോർ കോൺഫിഡൻറ്റ്. ഓരോ ദിവസവും ഞാൻ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ മോർ കോൺഫിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഐ ബിലീവ് ഇൻ മൈ എബിലിറ്റി ടു ഗ്രോ. ഞാൻ എൻ്റെ വളരാനുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും എന്താണ്, എല്ലാവരും കേപ്പബിൾ ആണ്, എല്ലാവരും വളരെ സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് വളരെ എനർജറ്റിക് ആയിരുന്നു, വളരെ സ്ട്രോങ് ആയിരുന്നു, ബോൾഡ് ആയിരുന്നു. ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള ബിലീഫ്സ് ആണ് പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലൈഫിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്താണ്, ദ വേ യു സ്പീക്ക് ടു യുവർ സെൽഫ് ഷേപ്പ് ദ വേ യു എക്സ്പീരിയൻസ് യുവർ ലൈഫ്. നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾ സംസാരിക്കുന്നത്, അത് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസിനെ ഷേപ്പ് ചെയ്യും. ചൂസ് വേർഡ്സ് ദാറ്റ് ഹെൽപ്പ് യു ഗ്രോ, നോട്ട് വേർഡ്സ് ദാറ്റ് ഹോൾഡ് യു ബാക്ക്. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് വളരാൻ സഹായകമായിട്ടുള്ള വേർഡ്സിനെ ചൂസ് ചെയ്യാം. സോറി, നിങ്ങൾക്ക് നിങ്ങളെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന വേർഡ്സിനെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഒരിക്കലും നിങ്ങളെ ബാക്കിലേക്ക് ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള വേർഡ്സ് പറയാതിരിക്കുക. അപ്പം നമ്മുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നതിൽ നമ്മുടെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് വ്യക്തമായിട്ട് എഴുതി വെച്ച് അതിൽ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യണം. എങ്കിലേ നമ്മുടെ ലൈഫിന്, നമ്മൾ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മുടെ വിജയത്തെ തീരുമാനിക്കുന്നത്. നമ്മുടെ വിജയത്തെ തീരുമാനിക്കുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിൽ മനസ്സിൽ എന്താണുള്ളത്, അതാണ് നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ. നമ്മുടെ ഇന്നർ വേൾഡിൽ എന്താണോ ഉള്ളത് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഔട്ടർ വേൾഡിലുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫ് അത്രയും സക്സസ്സിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ തീരുമാനം എടുത്തേ പറ്റൂ. അപ്പം നെക്സ്റ്റ് ബാച്ച് 24th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു സ്റ്റെക്കായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഇന്നർ വേൾഡിൽ പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ആക്ഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് 30 days മെൻറ്ററിങ് സർവീസിന് 12 days ലൈവ് സെഷൻസ് പ്ലസ് 30 days മെൻറ്ററിങ് സർവീസാണ് വരുന്നത്. അപ്പോൾ ഈ മെൻറ്ററിങ് സർവീസിൽ നിങ്ങൾക്കൊരു മെൻറ്റർ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് കണ്ടെത്താനും അത് എങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു, അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി ഹീൽ ചെയ്യാനും ആ ഒരു നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനിലേക്ക്, നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സ് റെഡിയാണ്.
ഓക്കെ. അപ്പം നിങ്ങൾ ഇപ്പം സെൽഫായിട്ട് നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിലും പല സമയത്ത് നമ്മൾ എന്താവാറുണ്ട്, പരാജയപ്പെടാറുണ്ട് അല്ലേ? നമുക്ക് പല ആഗ്രഹങ്ങളും പല കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു ഹെൽപ്പ് നമുക്ക് വേണം. നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറയാനും നമ്മളൊന്ന് ഗൈഡ് ചെയ്യാനും, നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മളൊന്ന് ഫോഴ്സ് ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ മെൻറ്റേഴ്സ് വേണം അല്ലേ? അപ്പം ഈ ഒരു കോഴ്സിൽ മെൻറ്റേഴ്സിനെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 30 days മെൻറ്ററിങ് സർവീസോട് കൂടിയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുക. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എപ്പോഴും ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ, കാരണം നമ്മുടെ ഇന്നർ വേൾഡിലാണ് മാറ്റങ്ങൾ വരേണ്ടത്. അവിടെ നിന്നാണ് നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ആരെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവർ, ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ ഈ സെൽഫ് ടോക്ക് നമ്മൾ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിന് നിങ്ങൾ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു കാര്യങ്ങൾ വെച്ച് നിങ്ങൾ പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ, ഒന്ന് ഷെയർ ചെയ്യാമോ? അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു, വെൽക്കം അമ്പിളി മാം. എല്ലാവരും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, സൂപ്പർ സെഷൻ ആയിരുന്നു, വെരി യൂസ്ഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഇപ്പൊ ഡെയിലി ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നു അത് നമ്മളെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ബൈ.